അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ പഠിക്കാനുള്ളത്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു. പമ്പഴത്തിൻ്റെ കൊമ്പ്, റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചില ഷെഡ് ഔട്ട് ആവും. ഈ ഷെഡ് ഔട്ടിങ് നമുക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം വിചാരിച്ച് ജോലി കിട്ടണില്ല, 4 കൊല്ലമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പ്രഗ്നൻ്റായി, പക്ഷേ കൊച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർട്ടായി പോയി. ഷെഡ് ഔട്ടാണ്, ഇല കൂടി. എന്നിട്ട് ഈശോ എന്താ ചെയ്യണം? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞത്, നിങ്ങൾ ഈ നഷ്ടപ്പെടുന്ന കൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത്. അതാണ് സംഭവം. നിങ്ങളതും പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നെ പ്രാർത്ഥനയും ഇല്ല, വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആരോടും താല്പര്യവും, നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു, ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല. എന്തിനീ പരിപാടി നടക്കണേ? ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ്. അതാണ് 24:32 എന്താ പറയണത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ കൊമ്പ് ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈശോ വിട്ടുകളഞ്ഞത്? അതിൻ്റെ അകത്ത് വിട്ടുകളഞ്ഞൊരു കാര്യം, ഇല കൊഴിയാതെ എങ്ങനെയാണ് തളർക്കണത്? പിടിയിട്ടില്ലേ? ഏത് മരമായാലും ഈ ചെറിയ നാമ്പുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും. ഈശോ പറഞ്ഞ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. കാരണം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. യു ഗോട്ട് ദ പോയിൻറ്റ്? മനസ്സിലായില്ലേ? പുതിയ സാഹചര്യങ്ങൾ വരുന്നു, പുതിയ കൃപ വരാൻ പോകുന്നു. അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി. ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു, അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കയറുമല്ലോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കണത് ഐ കാണ്ട് ബെയർ. ഞാൻ വേണേൽ ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയെടുക്കുക ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഒരു കഥയുമില്ല. നിങ്ങൾക്ക് ഡയലോഗും എല്ലാം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണം. ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത്. നീ പറയണ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും, അപ്പനും ചാകും, എല്ലാം ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീ നടക്കേണ്ട വഴി. എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ? ഇപ്പം കേട്ട സാക്ഷ്യമില്ലേ? എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, എടി ഉടമ്പടിത്തേലെടുത്തിന് ഇറങ്ങിക്കേ, നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ? കർത്താവ് എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കാവുകയാണല്ലോ. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത്. കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ. ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് കറുപ്പിക്കണ്ടേ? കാരണം ഡാർക്ക് ചെയ്യണം. അപ്പോഴും ഇവർക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് പറയും, ഈശോ നീയാണ് ആകപ്പാടുള്ള ലൈറ്റ്, എനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല. ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്കാകണത്. എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഈശോയോട് സ്നേഹമുണ്ട്. അതാണ് വിഷയം. ഒരു ബുദ്ധിബോധമില്ലാതെ കിട്ടണതിന് ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നുമില്ല. ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം. പക്ഷേ കണ്ണും പൂട്ടി കണ്ണു കാണാൻ പാടില്ലാതെ, ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല, ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശുക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് വിടുകയല്ലേ ഈ സംഭവം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ അടിപൊളി റിസൾട്ടല്ലേ വരുന്നത്? എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ട പലതും എന്താ സംഭവിച്ചാൽ ഇപ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ ആ ഉപദേശം ഉടനെ പിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവൾ പറയണത്. നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളും ഭർത്താവും കൂടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ പറയണേ ഇപ്പം ഞങ്ങൾ 5:30 ചെല്ലണം. കാര്യം പരീക്ഷ കഴിഞ്ഞല്ല അന്ന്. പരീക്ഷ കഴിഞ്ഞപ്പോൾ 5:30 ചെല്ലണത്. പക്ഷേ അതൊക്കെ മുമ്പ് ഞങ്ങൾ 3:30 രണ്ടുപേരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. എന്നിട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് 4:30 എഴുന്നേറ്റ് വരും. 5 വയസ്സിലെ കൊച്ചുണ്ട്. അപ്പം കുഞ്ഞ് എപ്പോൾ നോക്കിയാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം കാണാം. അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ. 5 വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കുഞ്ഞും ഇപ്പം അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും, അതേസമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും. എൻ്റെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകാനേ കർത്താവ് പിടിച്ചോളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ ധാരണ അങ്ങനെയല്ല. ബിബിൻ്റെ സാക്ഷ്യം തന്നെ. ബിബിൻ രാത്രി മുഴുവൻ പഠിച്ചുമാണ് വെളുപ്പിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, പകല് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം, പഠിപ്പെങ്കിൽ പഠിപ്പ്, പരിശീലനമെങ്കിൽ പരിശീലനം, നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിയും മെനയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോഴും കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലർക്കുണ്ടല്ലോ, അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം വീട്ടാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് അവർ ഈ ജന്മം അവർ തന്നെ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ഒരു ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പല കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ രീതി നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എഴുതണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകണത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം വൃത്തി മെനയായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ? ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അങ്ങനെ പിന്നെ മരിയൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ മറിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പോരെ. അമ്മയുടെ മാധ്യസ്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വി ആർ ഡൂയിങ് മരിയൻ കവനന്റ് ഹിയർ നോ. എന്തുകൊണ്ടാണ് അമ്മയെ റിലേ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നതല്ല. അപ്പോൾ പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം അല്ല വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. മിസ്റ്റർ പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയത് അച്ഛൻ പറയണ? അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ നമ്മുടെ സെക്യൂന ടി വിയിലില്ലേ, അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. അപ്പം ഞാനത് തലേദിവസം ഈ ഭയങ്കര ട്രാഫിക്കായ കാരണം ഞാൻ തലേദിവസം രാത്രി പോയി അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു 4:30 എഴുന്നേറ്റ് കാണാം. 4:30 എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രെയറിൽ
കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ്. ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും സ്ഥലങ്ങൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ കാലുകുത്താൻ അടഞ്ഞുപോയി. അത് ഞാൻ വെളുപ്പിനെ സെക്കൻഡിൽ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാണ് കിട്ടിയത്. അപ്പം ഞാനെടുത്ത് എന്തിനാ ഈ ഏഷ്യയിൽ പൗലോസ് അപ്പോസ്തലന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത്? എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പറഞ്ഞോളെ. 2 തിമോത്തി 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:15. ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഫിഗലോസും ഫെർമോഗനസും അവരിൽ ഉൾപ്പെടുന്നു. അല്ല, അപ്പം ഏഷ്യയിലുള്ള ശിഷ്യന്മാർ പൗലോസിനെ ഉപേക്ഷിച്ച കാര്യമാണ്. അതായത് ഇനി 2 കൊരിന്ത്യൻസ് 1:8 വായിച്ചേ. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ ഭയങ്കര തിരിച്ചടി കിട്ടിയ ആളാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്കായി പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈശോ ഈ വെളുപ്പാങ്കാലത്ത് എന്നോട് ഇത് എന്തിനാണ് പറയണത്? ഞാൻ ഏഷ്യയിലല്ലേ സുവിശേഷ വേല ചെയ്യണത്, അവിടെ എനിക്ക് ബ്ലോക്ക് വരാൻ പോകുന്നുണ്ടോ? വാട്ട് യു മീൻ? അപ്പം ഞാനിങ്ങനെ നമ്മുടെ സന്തോഷ് കരുമായ പറയും, ബ്രദർ സന്തോഷ് കരുമായ പറയും, ബ്രദർ ജോർജ്, അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് കുറച്ച് നേരം എഴുന്ന പ്രെയർ ചെയ്തപ്പോൾ ഞാൻ സന്തോഷത്തോട് പറഞ്ഞു, ബ്രദറെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈശോ ഏഷ്യ ബ്ലോക്കാകുന്നതിനെക്കുറിച്ചാണ് മെസ്സേജ് തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്തോഷം പറയും, അച്ഛാ അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈലാപ്പൂർ ചെന്നപ്പോൾ, തോമാസ് ലീഗ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയുടെ അവിടെ മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, പഴയ ഒരു പുരാതനമായ ചിത്രം. എന്നിട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ ഈ ചിത്രത്തിൻ്റെ താഴെ 4 മാസം അടുപ്പിച്ചിരുന്നെന്ന് ഉപവസിച്ചുകൊണ്ട്. അപ്പോഴാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന്. അപ്പം ഞാൻ ആകെപ്പാടെ ആത്മാവിൽ ഉരുകിപ്പോയി. എന്നോടിത് പറയാൻ വേണ്ടിയാ, നിങ്ങളോട് ഞാനിത് പറയാൻ വേണ്ടിയാ ഈശോ രാവിലെ വെളുപ്പിനെ ഏഷ്യ പ്രശ്നം പറഞ്ഞുകൊണ്ട് വന്നത്. എന്താ കാര്യം? പൗലോസിനെ പറ്റിയ ഒരു അബദ്ധം അതാണ്. കാര്യം അമ്മയുമായിട്ട് ബന്ധമില്ലായിരുന്നു. അത് കാരണം പൗലോസിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഫ്രാൻസിസ് സേവിയർ ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? ഇന്ത്യയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൈലാപ്പൂര് പോയി അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 4 മാസം അടുപ്പിച്ച് പ്രെയർ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു. അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത്, ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോണത്. കർത്താവിൻ്റെ സുവിശേഷം 2 വരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പൗലോസ് പരാജയപ്പെട്ടെടുത്ത് ഫ്രാൻസിസ് സേവിയർ വിജയിക്കുന്നതിൻ്റെ കാരണം ദ ഓൺലി സിമ്പിൾ കോസ് ദാറ്റ് ഈസ് ബ്ലെസ്സഡ് വെർജിൻ മേരി, അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ്. കൈയിട്ടിച്ച് കർത്താവ് അപ്പോൾ ഏഷ്യയെക്കുറിച്ച് എന്തുമാത്രം വചനങ്ങളാണ് ബൈബിളിലുള്ളത്. എല്ലാം പൗലോസിൻ്റെ കാലത്തെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പറ്റി. ഇപ്പോൾ അരുൺ ബ്രദറാണ് എനിക്ക് ഇത് 2 കൊരിന്ത്യൻസിൻ്റെ 1:8 ഉടനെ അദ്ദേഹം എടുത്ത് അത് ഏഷ്യയെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എന്താണ് മരിയനെന്ന് മനസ്സിലായില്ലേ? പൗലോസിനും മരിയൻ ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് എത്രയോ പേര്, കോടികൾ, മാതാവിൻ്റെ ഒരു സംരക്ഷണം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് ഇതിനേക്കാൾ എത്രയോ കോടികൾ ഈ പൂർവ്വദേശത്ത് കർത്താവിനെ അറിയുമായിരുന്നു. ഞാനിപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മെരിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയും
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാ കാര്യവും ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന് എല്ലാ കാര്യവും ശരിയാകേണ്ടതായിരുന്നില്ല. ഇപ്പം നിങ്ങളിത് ആൻസർ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ മാത്രം ചെയ്താൽ എല്ലാ കാര്യവും ശരിയാകുമായിരുന്നെങ്കിൽ പൗലോസിന് ഇത്രയും തിക്കുമുട്ടലുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം എന്തിനാ അമ്മയെ നൽകിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതിരോധ്യമായ മാധ്യസ്ഥമാണ്. പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പത്രോസൊക്കെ പറഞ്ഞപ്പോഴും ഈശോ പ്രതിരോധിച്ചായിരുന്നു. ഇവളെ കാനംകാർ വരുമ്പോൾ പറയത്തില്ലേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് കാനംകാർ വരുമ്പോൾ എന്താ പറയണത്? ഇവളെ പറഞ്ഞു വിട്, ഇവൾ നമ്മുടെ പുറകെ കരഞ്ഞ് വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണില്ലേ യേശുവിനടുക്കത്? അപ്പോഴല്ലേ യേശു പറയണത് ഈ മധ്യസ്ഥ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താ? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക, വിഹിതമല്ലെന്ന് പറഞ്ഞ് അതിനെ തട്ടിക്കളയും. അപ്പോഴേ ചില വിശുദ്ധന്മാരായ പോലും ചില മാധ്യസ്ഥങ്ങൾ ദൈവഹിതമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, അതായത് അമ്മ തന്നെ ദൈവഹിതത്തിന് കൈയും കാലും വെച്ച ആളായത് കാരണം അമ്മ പറയുന്നതെല്ലാം ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇത് നമുക്കിത് രഹസ്യമാണിത്. കാനായിലെ കല്യാണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സമയം വെച്ച ആൾക്കാർ സഞ്ചാരി മാതാവാണ്, സമയത്തിൻ്റെ ആജ്ഞയാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഉദാഹരണം, സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ. എന്നുവെച്ചാൽ മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യമാണത്. ക്ലിയർ അല്ലേ? ആർക്കാണ് മനസ്സിലാകാത്തത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ഈശോ എന്താ മറുപടി പറയണത്? അല്ല, എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ല. അപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യങ്ങളാണത്. നമ്മുടെ ജീവിതത്തിൽ ആരുടെയും മാധ്യസ്ഥത നിൽക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോഴും മറിയം തന്നെയാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഈ മരിയൻ ഉടമ്പടിയിൽ അമ്മയുടെ മാധ്യസ്ഥത വെക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മറ്റു മാധ്യസ്ഥങ്ങളുടെ പരാധീനതകൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടൈം എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ അമ്മയുടെ കപ്പാസിറ്റി എന്താണ്? അതനുസരിച്ച് റിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴേ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവിതത്തില് വഴി നടത്തുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നേ, അതായത് നമ്മൾ റോമ 9:8 എടുത്ത്, റോമ 9:8 ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എബ്രാഹത്തിൻ്റെ മകൻ ആരാണ്? ഇസഹാക്ക് അല്ലേ? അപ്പോൾ വംശമുറയ്ക്കുള്ള മക്കളുണ്ട്. പിന്നെ എന്താണ്? എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്ന മക്കളുണ്ട്. അതാണ് വാഗ്ദാന പ്രകാരമുള്ള മക്കൾ. അതാണ് റോമ 9:8 പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ. കാര്യം വിശ്വാസം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര സങ്കടം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ പോലും പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് മാതൃകയാക്കണത്? എബ്രാഹത്തിനെ. പക്ഷേ മറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ എബ്രാഹം ഒരു നല്ല മാതൃകയല്ല. എന്താ കാര്യം? എബ്രാഹത്തിനോട് പറയണത് എന്താണ്? 18 നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 18:10 ഉൽപ്പത്തി പുസ്തകം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. നോക്കിയേ, എബ്രാഹത്തിനോട് കർത്താവ് എന്താ പറഞ്ഞത്? വസന്തത്തിൽ
ഞാൻ തീർച്ചയായും തിരികെ വരും. ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇവിടെ വസന്തമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് വസന്തമെന്ന് പറഞ്ഞിട്ടില്ല, ടൈം പറഞ്ഞിട്ടില്ല. ടൈം എന്നും പ്രശ്നമാണ്. ടൈമും സ്ഥലവും പ്രശ്നമാണ്. ഇപ്പം സ്ഥലത്തിൻ്റെ കാര്യവും നമുക്ക് എപ്പോഴും ഒരു പ്രതിരോധം ഉണ്ടാകുന്നത് സ്ഥലം കൊണ്ടോ സമയം കൊണ്ടോ ആയിരിക്കും. ദൈവം ഇടപെടുന്നത് അവിടെ തന്നെ ഇരിക്കും. എൻ്റെ സഹോദരങ്ങൾ വൃത്തിയായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണത് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്ന സാഹചര്യം പ്രതികൂലം. ഇപ്പം ചില പറയത്തില്ലേ, സാഹചര്യം പ്രതികൂലമാണെന്നൊക്കെ പറയത്തില്ലേ. അതെന്താ വെച്ചാൽ അത് ചില സമയദോഷം എന്നൊക്കെ പറയും, ചില സ്ഥാനത്തിൻ്റെ കുഴപ്പം പറയും. പക്ഷേ ഞാൻ ആ രീതി സംസാരിക്കുകയല്ല. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാഹചര്യത്തിൻ്റെ 2 എൻറ്റിറ്റീസാണ് ടൈം ആൻഡ് സ്പേസ്. ഇത് ചില സമയത്ത് നമുക്ക് സർവൈവിങ്ങിന് എതിരെ നിൽക്കും. ഇത് ചില സമയത്ത് ദൈവം തന്നെ ഷിഫ്റ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ, അതായത് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഗ്രേസ് കിട്ടുന്ന മുമ്പ്, ഗ്രേസ് ഡബിൾ ചെയ്യുന്ന മുമ്പ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അയ്യോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞ് ഞാൻ ചത്ത് കളയോ എന്നൊന്നും പറഞ്ഞേക്കരുത്. കാര്യം ഷിഫ്റ്റിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് 2:5 വായിച്ചേ, ലൂക്കായുടെ സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ.